UDF നേതൃയോഗം അല്പസമയത്തിനകം കൊച്ചിയിൽ ചേരും. കളമശ്ശേരി കൺവെൻഷൻ സെന്ററിലാണ് യോഗം. ശശി തരൂരിന്റെ പ്രസ്താവന, തിരഞ്ഞെടുപ്പ് ഒരുക്കം, ആശാവർക്കർമാരുടെ സമരം, PV അൻവറിന്റെ UDF പ്രവേശം എന്നിവ ചർച്ചയാകും. അരുൺ ശങ്കർ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു യോഗമായിരിക്കും ഇന്ന് നടക്കുക എന്ന് നമുക്ക് അറിയാം. ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ ഉണ്ടാവുമായിരിക്കും. പിന്നെ മറ്റൊന്ന്, ഏറ്റവും നിർണായകം, PV അൻവറിന്റെ UDF രംഗപ്രവേശം ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയ കേരളം വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന യോഗമാണ് UDF യോഗമാണ് ഇന്ന് കൊച്ചി കളമശ്ശേരിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടക്കുന്നത്. പ്രധാനമായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ തീരദേശ ജാഥ ഇതാണ് മുഖ്യ അജണ്ടയായിട്ട് UDF പറയുന്നുണ്ടെങ്കിൽ പോലും മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങളും ചർച്ചയ്ക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഒരു നേതൃതലത്തിൽ ചില കലഹങ്ങൾ നടക്കുന്നുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് UDFനെ നയിക്കും എന്നത് സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ പലരും നടത്തി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശശി തരൂർ തനിക്ക് നേതൃത്വം നൽകാൻ കഴിയുമെന്നൊരു പരസ്യമായിട്ടുള്ള അവകാശവാദം നടത്തിയിരുന്നു. അതിനെ പരോക്ഷമായിട്ടെങ്കിലും മുസ്ലിം ലീഗ് പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയാകും. UDF ഇപ്പോൾ പ്രധാനമായിട്ടും കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത് കോൺഗ്രസിൻ്റെ നേതൃതലത്തിലുള്ള കലഹങ്ങൾ അവസാനിപ്പിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം ചർച്ചയ്ക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. RSP ഒക്കെ പരസ്യമായി തന്നെ കോൺഗ്രസിലെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം, അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ അത് മുന്നണി തന്നെ ദുർബലപ്പെടുത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആ വിഷയം ചർച്ചയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് PV അൻവറിൻ്റെ UDF പ്രവേശനമാണ്. PV അൻവർ തൃണമൂൽ കോൺഗ്രസിലൂടെ UDFിലേക്ക് കടന്നു വരാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് ഇന്നത്തെ UDF യോഗം അനുകൂലമായിട്ട് പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യവും ഒരു വിഷയമാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചും വളരെ നിർണായക യോഗമാണ്. ഇന്നത്തെ ഈ UDF യോഗത്തിന് ശേഷം നാളെ ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ ഒരു നിർണായക യോഗം ചേരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടുള്ള ഈ യോഗത്തിൽ പാർട്ടിക്കുള്ളിലെ വിഷയങ്ങൾ കൂടി ചർച്ചയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും അല്പസമയത്തിന് നേതാക്കന്മാർ വന്നു തുടങ്ങും. 10 മണിയോട് കൂടിയാണ് യോഗം. ഒരു ദിനം മുഴുവൻ നീണ്ടു നിൽക്കുന്ന യോഗമായിരിക്കും നടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി അരുൺ.